അവിടെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ, മെൻസസിന്റെ അല്ലേ? അല്ല, സെൻസസ് ആളുകൾ വീടുകളിലെ ആളുകളുണ്ടെങ്കിലേ അല്ല സാറേ, പട്ടി എങ്ങാനും ഉണ്ടാവോ കടിക്കുന്ന? കൂട്ടിലായിരിക്കും. ആണോ? നോക്കല്ലേ, പോയി നോക്കാം. ഗേറ്റ് അടച്ചേക്കല്ലേ? ഗേറ്റ് തുറന്നു ചിലപ്പോ കൊപ്പ് വന്നാൽ കുഴപ്പമില്ല, പോയി നോക്കാം നമുക്ക്. പട്ടി ഉണ്ടല്ലോ, കൂട്ടിലാന്നില്ല, അതുകൊണ്ട് കരച്ചിലായി. എന്തായാലും വീട്ടിൽ ആളുണ്ടാവും വിചാരിക്കണം, നമുക്ക് ഉണ്ടാവും. അല്ല, വീട്ടിലെ മക്കളാരുമില്ലേ? മക്കളൊക്കെ ഉണ്ട്, അകത്തുണ്ട്. എന്താണ് കാര്യം? അതെന്ത് പറ്റി? പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞോ? കണ്ണിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. കാഴ്ച കുറച്ച് കുറവാണ്. നമ്മളൊരു സെൻസസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അവിടെ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ, മെൻസസിന്റെ അല്ലേ? അല്ല, സെൻസസ് ഗവൺമെന്റിന്റെ സെൻസസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓ. മക്കളെ വിളിക്കോ? മക്കളെ വിളിക്കാം, അകത്തുണ്ട്, വിളിക്കാം. എന്നാ മക്കളെ വിളിക്കൂ കേട്ടോ. മോനെ ഉസ്മാനെ, എന്താ ഒന്നിവിടെ വന്നാ? ഇല്ലാസേ ഇവിടെ വരികടാ. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. ആർക്ക്? ഇവര് ഗവൺമെന്റിൽ നിന്ന് വന്നാണെന്ന്. ഗവൺമെന്റിൽ കണക്കിന്റെ കണക്കെടുക്കാൻ വന്നതാണ്. എന്തിനാണ്? പഞ്ചായത്ത്. നമ്മള് പുതിയ സെൻസസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അറിയാലോ അല്ലെ? നല്ല കേട്ടിട്ടുണ്ടല്ലോ, സെൻസസ് നടക്കുന്ന അറിയുന്നുണ്ടല്ലോ. നമുക്കത് വീടൊക്കെ മാർക്ക് ചെയ്ത് പോയതാണ്. അപ്പം ആദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി കഴിഞ്ഞാല് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യവും സത്യവുമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾ നൽകുക എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വേണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കെട്ടിട നമ്പറാണ്, വീടിന്റെ നമ്പർ. നിങ്ങൾ പറയാമോ? 3871. 3871. ഓക്കെ. ഇനി നമ്മുടെ വീടിന്റെ തറ മണ്ണാണോ, സിമന്റ് ആണോ, ടൈൽസ് ആണോ, മാർബിൾ ആണോ, ഇനി അതല്ല മറ്റേതെങ്കിലും ആണോ? നമ്മളത് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് ആണ് തറ അല്ലേ? ഗ്രാനൈറ്റ്, ഡിജിറ്റൽ ഗ്രാനൈറ്റ്. നിങ്ങള് വീട് ഉപയോഗിക്കുന്നത് താമസിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ കച്ചവട ആവശ്യങ്ങൾക്കാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് വീട് ഉപയോഗിക്കുന്നത്? വീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, താമസത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ. വീടിന്റെ അവസ്ഥ ഒരു മോശമില്ലാത്ത വീടാല്ലേ? നല്ലതാണ്. സാധാരണ വീടാണ്, അല്ലെങ്കിൽ ഒരു എത്ര വർഷത്തെ പഴക്കം? ഓടിട്ട വീടാ. ഓക്കെ, മേൽക്കൂരൊക്കെ ഓടാണല്ലേ? ഓട്. ഈ വീട്ടില് എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്? ഞങ്ങള് മൊത്തം 4 പുരുഷന്മാരുണ്ട്. 4 പുരുഷന്മാർ. സ്ത്രീകൾ എത്ര പേരുണ്ട്? സ്ത്രീകൾ 3 സ്ത്രീകൾ ആരും ഇവിടെ ഇല്ലേ? വീട്ടിലില്ലേ? ഇല്ല, അവരൊക്കെ ദുബായ്. ഒക്കെ ദുബായിലാ, ഗൾഫിലാ, പുറത്താണല്ലേ? ബിസിനസ് ആയിരിക്കും അല്ലെ? കുടുംബനാഥന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അബൂബക്കർ. അബൂബക്കർ. ഇൻഷ്യൽ എന്തായിരുന്നു? പറഞ്ഞോ, ഇൻഷ്യൽ പറഞ്ഞോ. കിച്ചൻ ഹൗസ്. ഓക്കെ. കുടുംബനാഥന്റെ ലിംഗം? കുടുംബനാഥന്റെ ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് സ്ത്രീയാണോ പുരുഷനാണോ ഇവിടെ കുടുംബനാഥൻ? അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിച്ചത് വേറെ എന്തോ ഉദ്ദേശിച്ചത്. പുരുഷനാണ് കുടുംബനാഥൻ. ഓക്കെ. തെറ്റിദ്ധരിച്ചല്ലേ? രണ്ടായിട്ടും ചോദിക്കില്ല. ഓക്കെ. ഇല്ല, ഇതൊക്കെ വേണ്ട തന്നെയാണ്. അത് മലയാളം അറിയാത്ത പ്രശ്നമാണ് നമുക്ക്. ഇതിന്റെ നിങ്ങൾ വിഭാഗം ജനറൽ ആണോ? ജനറൽ വിഭാഗമാണ് അല്ലെ? ഓക്കെ. വീട് നിങ്ങളുടെ സ്വന്തമാണോ, അല്ലെങ്കിൽ വാടകയ്ക്കാണോ, എങ്ങനെയാണ്? സ്വന്തം വീട്. നിങ്ങളുടെ വീട്ടില് എത്ര മുറികളുണ്ട്? താമസയോഗ്യമായിട്ടുള്ള എത്ര റൂമുകളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? 4 റൂമുണ്ട് അല്ലെ? 4. 4ഉം കിടപ്പ് മുറിയാണല്ലോ അല്ലെ? എല്ലാരും വിവാഹിതരാണോ? 3 വിവാഹിതരാണ്. 3 ഒരാള് വിവാഹം കഴിയാത്തണ്ടല്ലേ? ഓക്കെ. നിങ്ങളുടെ കുടിവെള്ളത്തിന്റെ സ്രോതസ് എന്താണ്? പൈപ്പ് വെള്ളമാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കിണർ വെള്ളമാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബോർവെല്ലാണോ? ഞങ്ങള് സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ പൈപ്പ് വെള്ളം ഉപയോഗിക്കണം. അതായത് പഞ്ചായത്തിന്റെ വെള്ളമാണ്. മിക്കവാറും വെള്ളം ഉണ്ടായാലും ഇല്ല. വെളിച്ചത്തിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ്? വൈദ്യുതി ഉണ്ടോ? സോളാർ ആണോ? വൈദ്യുതി ഉണ്ടോ? ഓക്കെ, ശരി. ശൗചാലയം ഇല്ല. ഞങ്ങള് പറമ്പിലാണ് സാധാരണ പോവാ. പുലർച്ചക്ക് ഞങ്ങൾ പോകും. ആണോ? ഓക്കെ. അപ്പൊ സൗകര്യം കുറവാണല്ലേ? നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ശൗചാലയ പറമ്പിലൊക്കെ അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ. നമ്മുടെ മലിനജലം ഒഴുകി പോകാൻ എന്താ ഡ്രൈനേജുകൾ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? നമുക്ക് മലിനജലം വേസ്റ്റുകളൊക്കെ ഒഴുകി പോകാൻ ഡ്രൈനേജ് ഉണ്ടോ? ഒന്നുമില്ല, പറമ്പുണ്ട് കുറച്ച്. കിച്ചണില്, അതായത് അടുക്കളയിൽ LPG കണക്ഷൻ ഉണ്ടോ? പാചകത്തിന് LPG കണക്ഷൻ ഉണ്ടോ? ഞങ്ങള് ഗ്യാസിന്റെ കണക്ഷനുകളൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങള് പിന്നെ ഫുഡുകളൊക്കെ ഞങ്ങള്
പുറത്തുനിന്ന് കൊണ്ടിരിക്കല ഓൺലൈൻ ആണോ? ഓൺലൈനിൽ ഓ. വല്ല ഓൺലൈനിലുള്ള പരിപാടികളാണ്. ആ, സ്ത്രീകൾ വീട്ടിലില്ലാത്തോണ്ടായിരിക്കും. ആ, സ്ത്രീകൾ വീട്ടിൽ. ഓക്കെ 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 ഓക്കെ, ശരി. അങ്ങനെയെങ്കില് വീട്ടില് റേഡിയോ ഉണ്ടോ അതോ ടെലിവിഷൻ ആണോ? ടെലിവിഷൻ. ടെലിവിഷൻ എങ്ങനെയാണ്? പഴയ ഓൾഡ് മോഡലാണോ അല്ലെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ്? അല്ല, ഞങ്ങള് ഫ്ലാറ്റ് ആയിട്ടുള്ള തിയേറ്റർ ഹോം തിയേറ്റർ മോഡൽ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഓക്കെ. ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടോ വീട്ടില്? ഇന്റർനെറ്റ് സൗകര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്റർനെറ്റ് സൗകര്യം ഉണ്ട്. ഓ ഉണ്ട്, വൈഫൈ ആണ്. വൈഫൈ ആണ്. വൈഫൈ കണക്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ലാപ്ടോപ്പ് ഉണ്ട്. എല്ലാവർക്കും ആളുമേ എല്ലാവർക്കും ഓരോന്നുണ്ടല്ലേ. ഐഫോൺ ഒക്കെ ഉപയോഗിക്കും. ഓക്കെ ഓക്കെ. ഫോണ് പിന്നെ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. വാഹനങ്ങള് എത്ര വാഹനങ്ങളുണ്ട് നമ്മുടെ വീട്ടില്? വാഹനങ്ങള് ഞങ്ങൾ എല്ലാരും കൂടി ഒരു 4 വാഹനങ്ങളുണ്ട്. 4 വാഹനം. അത് ഏതൊക്കെ പെടും? ആഡംബര വാഹനങ്ങൾ തന്നെയാണോ? എല്ലാം. ബൈക്ക്, സ്കൂട്ടർ? സ്കൂട്ടി ഉണ്ട്. സ്കൂട്ടി ഉണ്ട് അല്ലേ. ഓക്കെ. കാറ്, ജീപ്പ് ആ ഇനത്തിൽ ഏതെങ്കിലും ഉണ്ടോ? കാറുണ്ട്. കാറ് ജീപ്പ്. ഓക്കെ. നിങ്ങളുടെ പ്രധാന ഭക്ഷ്യധാന്യം ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അരിയാണോ, ഗോതമ്പാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? അരിഭക്ഷണം തന്നെ. മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ശരി. സാർ ഒറ്റ മിനിറ്റ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? സാർ ഒറ്റ മിനിറ്റ്. നമ്മള് വണ്ടി ഓർഡർ ചെയ്യണ്ടേ? ആയിട്ടില്ല. സമയമായി, 1 മണി ആവാനായി. ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്യും. ഓൺലൈനാ? ഓൺലൈനിലാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. നമുക്ക് വിവരങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ ഇനി പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഫുഡ് കഴിച്ചാ? ഇല്ല കഴിച്ചില്ല. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. വെള്ളം കൊടുക്കാം. വെള്ളം. അല്ല, ആ തെങ്ങിന്റെ പറമ്പിൽ ഇന്ന് ആളുണ്ടോ? ഇല്ല. തോട്ടത്തിലൊക്കെ ഇല്ല. അന്ന് തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന് വന്നില്ല. ഇന്ന് വന്നിട്ടില്ല. ഓക്കെ. അപ്പം നമ്മളെ ഇത്രയും വിവരങ്ങൾ നൽകിയ നന്ദി. നമുക്ക് ഒന്നേ പറയാനുള്ളൂ. എല്ലാം റെഡിയാണ്. അപ്പൊ ഇതുവരെ സഹകരിച്ചതിന് നന്ദി കേട്ടോ. എന്തായാലും കാണാൻ വളരെ സന്തോഷം. നിങ്ങൾ തന്ന എല്ലാ വിവരങ്ങളും ഞാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഗവൺമെന്റ് തലത്തില് ഇതുപോലെ ഏതെങ്കിലും സെൻസസിന്റെ ഭാഗമായിട്ടോ മറ്റേതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ വീടുകളിൽ ആര് തന്നെ വരികയാണെങ്കിലും നിങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കണക്കുകളാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് അവർക്ക് നൽകേണ്ടത്. അല്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയ വിവരങ്ങൾ പൂർണ്ണമായിട്ടും സത്യസന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തെറ്റായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ തെറ്റായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഒരു ആനുകൂല്യം ലഭിക്കൂല. ഇല്ല. ഇല്ല. സർക്കാർ തെറ്റായ വിവരങ്ങൾ നൽകിയാല് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ പേരില് ആ തെറ്റായ വിവരങ്ങൾ നൽകുന്ന നിയമ നടപടി കൂടി നിങ്ങൾ നേരിടേണ്ടി വരും. അല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റായി പക്കായിട്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓ സാറേ, ഇപ്പൊ മറ്റൊരു വീട്ടില് നമുക്ക് എത്ര വീട്